മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയറിയാൻ AICC നടത്തിയ ഹിതപരിശോധനയെ ചൊല്ലി വിവാദം. MLA മാർ നിരീക്ഷകരോട് രഹസ്യമായി പറഞ്ഞത് ചോർന്നു. KPCC പ്രസിഡന്റ് അടക്കം പിന്തുണച്ചത് KC വേണുഗോപാലിനെ. ഹിതപരിശോധനയിൽ കൃത്രിമത്വം നടത്തിയെന്ന് VD സതീശന്റെ പരാതി. താൻ പറഞ്ഞത് രേഖപ്പെടുത്തിയില്ലെന്ന് ഉദുമ MLA K നീലകണ്ഠൻ. തർക്കത്തിൽ കടുത്ത അതൃപ്തിയിൽ ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് കൈമാറി നിരീക്ഷകർ. AICC അധ്യക്ഷൻ തീരുമാനമെടുക്കുമെന്ന് അജയ് മാക്കനും മുകുൾ വാസ്നിക്കും. മുഖ്യമന്ത്രിയെ മറ്റന്നാൾ പ്രഖ്യാപിച്ചേക്കും. VD സതീശനെ പിന്തുണച്ച അണികളുടെ മുറവിളി. സതീശനായി കോട്ടയത്ത് പെട്രോൾ ഒഴിച്ച് യുവാവിന്റെ ആത്മഹത്യാശ്രമം. KCക്കെതിരെ പലയിടത്തും കരിയോയിൽ പ്രതിഷേധം. വിജയത്തിന്റെ ശോഭ കെടുത്തരുതെന്ന് സണ്ണി ജോസഫ്. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാനാവാതെ CPM. തോൽവി ചർച്ച ചെയ്യാൻ PB യോഗം അടുത്തയാഴ്ച. കണ്ണൂരിലും പയ്യന്നൂരിലും P ജയരാജനെ പിന്തുണച്ചും നേതാക്കളെ വിമർശിച്ചും പോസ്റ്ററുകൾ. പാർട്ടിക്ക് പാളിച്ച സംഭവിച്ചിട്ടുണ്ടാകാമെന്ന് EP ജയരാജൻ. തമിഴ്നാട്ടിൽ വിജയ്ക്ക് ഇന്ന് നിർണായകം. വിജയെ പിന്തുണയ്ക്കുന്നതിൽ ഇടതു പാർട്ടികളുടെ തീരുമാനം ഉടനുണ്ടാകും. സഖ്യസാധ്യത വീണ്ടും സജീവമാക്കി ദ്രാവിഡ കക്ഷികൾ. ചെന്നൈയിൽ തുടരണമെന്ന് MLA മാരോട് DMK നേതൃത്വം. ജനവിധി അംഗീകരിക്കണമെന്ന് കനിമൊഴി. ബംഗാളിൽ BJP സർക്കാർ നാളെ. സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. BJPയുടെ നിയമസഭാ കക്ഷിയോഗം തുടരുന്നു. മമതയാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയെന്ന് തൃണമൂൽ. കൊച്ചിയിൽ ബഹുനില കെട്ടിടത്തിൽ യുവതിക്ക് ക്രൂരപീഡനം. ക്രൂരത ആൺ സുഹൃത്തിനെ കത്തിമുനയിൽ നിർത്തി. 3 പ്രതികളിൽ 2 പേർ കസ്റ്റഡിയിൽ. യുവതി രക്ഷപ്പെട്ടത് ഫയർ ഗോവണിയിലൂടെ. അവയവദാനത്തിനായി വ്യാജരേഖാ നിർമ്മാണം. എറണാകുളത്ത് പോലീസിന്റെ വ്യാപക പരിശോധന. ഫോട്ടോസ്റ്റാറ്റ് കടയുടമകളെ ചോദ്യം ചെയ്തു. കൂടുതൽ പരിശോധനകൾക്കായി പോലീസ്. തിരുവനന്തപുരം കവടിയാറിൽ അമിത വേഗത്തിലെത്തിയ കാർ 4 വാഹനങ്ങളിൽ കൂട്ടിയിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. ഫുട്പാത്തിലേക്ക് കയറിയ കാർ വഴിയാത്രക്കാരെയും ഇടിച്ചിട്ടു. അപകടത്തിൽ 7 പേർക്ക് പരിക്ക്. പട്ടാമ്പി വല്ലപ്പുഴയിൽ മിനി ലോറി മരത്തിലിടിച്ച് ഡ്രൈവർ മരിച്ചു. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഹോർമുസിൽ എണ്ണക്കപ്പൽ ആക്രമിച്ചതിന് ഇറാന് അമേരിക്കയുടെ തിരിച്ചടി. 2 ഇറാൻ തുറമുഖങ്ങൾക്ക് നേരെ ആക്രമണം. സമാധാന ചർച്ചകൾ തുടരുമെന്ന് വീണ്ടും ട്രംപ്. ലോകത്ത് ആശങ്കയുയർത്തി ഹാൻഡ വൈറസ്. MV ഹോണ്ടിയൻസ് എന്ന ഡച്ച് കപ്പലിൽ വൈറസ് ബാധിച്ച് മരിച്ചത് 3 പേർ. ആകെ രോഗബാധ 11 പേർക്ക്. കപ്പലിൽ 2 ഇന്ത്യക്കാരും. രോഗം കൂടുതൽ പേരിലേക്ക് പകർന്നിട്ടുണ്ടോ എന്ന് ആശങ്ക.